പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ എണ്ണ കമ്പനികൾ പകച്ചു നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വ്യവസായം അത് അപ്രതീക്ഷിതമായി കോടികൾ കൊയ്യുകയാണ്. അതെ, പരിസ്ഥിതിക്ക് ദോഷമെന്ന് പറഞ്ഞ് ലോകം ഒന്നടങ്കം ഉപേക്ഷിക്കാൻ തുടങ്ങിയ സാക്ഷാൽ കറുത്ത സ്വർണം, അതായത് കൽക്കരി, അത് വീണ്ടും വിപണിയിലേക്ക് രാജകീയമായി തിരിച്ചെത്തിയിരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വൻ ശക്തികളെ പോലും വീണ്ടും കൽക്കരിയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? രാജ്യാന്തര എണ്ണ രാഷ്ട്രീയത്തിന് പിന്നിലെ ആ വലിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഉള്ളറകൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ഫെബ്രുവരി 28-ന് ടെഹ്റാനിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടി. പിന്നീട് സംഭവിച്ചത് അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ എണ്ണവില കുതിച്ചു വരികയും ഹോർമുസ് വഴിയുള്ള കയറ്റുമതിയുടെ 82% ആശ്രയിച്ചിരുന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാവുകയും ഇതിനു പുറമെയായി ഖത്തറിലെ റാസ് ലഫാൻ LNG സമുച്ചയത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും തങ്ങളുടെ വാതക കയറ്റുമതിയുടെ 17% നിർത്തിവെക്കാൻ ഖത്തർ നിർബന്ധിതരാവുകയും UAE, സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ഫാക്ടറികൾ നിശ്ചലമാവുകയും പവർ കട്ട് രൂക്ഷമാവുകയും ചെയ്തതോടെ സർക്കാരുകൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. അങ്ങനെ കാലാവസ്ഥ വാഗ്ദാനങ്ങൾ മാറ്റിവെച്ച ലോകരാജ്യങ്ങൾ വീണ്ടും കൽക്കരിയിലേക്ക് തിരിഞ്ഞു. ഈ യുദ്ധ പ്രതിസന്ധിയെ വലിയ സാമ്പത്തിക നേട്ടമാക്കി മാറ്റിയ ചില കമ്പനികളുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ തുങ്കേല റിസോഴ്സ് ഇതിൽ പ്രധാനിയാണ് എന്നാണ് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അവരുടെ ലാഭം ഇരട്ടിയായി കുതിച്ചുയർന്നു. ഓസ്ട്രേലിയൻ ഖനികളിലെ ഉൽപാദനം 38% വർദ്ധിച്ചു. ലോകത്തിലെ 1-ാം നമ്പർ കൽക്കരി കയറ്റുമതിക്കാരായ ഇന്തോനേഷ്യ ഉൽപാദനം കുറയ്ക്കാനുള്ള പദ്ധതികൾ പിൻവലിച്ചു. ടണ്ണിന് $102 ആയിരുന്ന കൽക്കരി വില $131 ഉയർന്നു. ഓസ്ട്രേലിയയും റഷ്യയും വലിയ വരുമാനമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും കാർബൺ വികിരണം കുറയ്ക്കുന്നതിനെ കുറിച്ചും ആഗോള വേദികളിൽ വാ തോരാതെ സംസാരിച്ച പ്രമുഖ ലോക രാജ്യങ്ങൾ പോലും യുദ്ധം സൃഷ്ടിച്ച ഈ കടുത്ത ഊർജ പ്രതിസന്ധിക്ക് മുന്നിൽ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന രീതിയിൽ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഹരിത ഊർജത്തിന്റെ മുൻനിര വക്താക്കളായി അന്താരാഷ്ട്ര തലത്തിൽ നിലകൊണ്ട ജപ്പാൻ പരിസ്ഥിതിക്ക് കടുത്ത ആഘാതം ഉണ്ടാക്കുമെന്ന പേരിൽ നേരത്തെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന തങ്ങളുടെ പഴയ കൽക്കരി താപനിലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ എല്ലാ തടസ്സങ്ങളും നിശബ്ദമായി പിൻവലിച്ചു. 2040ഓടെ രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ആഗോള സമൂഹത്തിന് ഔദ്യോഗികമായി ഉറപ്പു നൽകിയ ദക്ഷിണ കൊറിയ ആ സുപ്രധാന തീരുമാനം നിലവിലെ പ്രതിസന്ധികൾ അവസാനിക്കുന്നതുവരെ അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെക്കുന്ന കാഴ്ചയും ഉണ്ടായി. ഏഷ്യൻ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ പശ്ചിമേഷ്യൻ എണ്ണ ഇറക്കുമതി നിലച്ചതോടെ കടുത്ത ഊർജ്ജക്ഷാമം കാരണം സർവകലാശാലകളും വിദ്യാലയങ്ങളും വരെ അടച്ചിടേണ്ടി വന്ന ബംഗ്ലാദേശ്, നാളുകളായി നിശ്ചലമായി കിടന്ന കൽക്കരി പ്ലാന്റുകൾ വീണ്ടും പൂർണ്ണശേഷിയിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. പാകിസ്ഥാനിലാകട്ടെ ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം ഒറ്റയടിക്ക് 90%-ത്തിലേക്കാണ് കുതിച്ചുയർന്നത്. യൂറോപ്യൻ വൻ ശക്തികളുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാലാവസ്ഥാ സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന ജർമ്മനി തങ്ങളുടെ ആഭ്യന്തര വ്യവസായങ്ങൾ തകരാതിരിക്കാനും ജനങ്ങൾക്ക് വൈദ്യുതി ഉറപ്പാക്കാനും കൽക്കരിയെ വീണ്ടും ആശ്രയിക്കാൻ നിർബന്ധിതരായി. ഇറ്റലി ആകട്ടെ തങ്ങളുടെ മുൻ നിശ്ചയിച്ച കൽക്കരി വിടവാങ്ങൽ പദ്ധതികൾ 2038 നീട്ടിവെച്ചു. ചുരുക്കത്തിൽ ഉപദേശങ്ങളും പ്രസംഗങ്ങളും നൽകിയ വൻ ശക്തികൾ പോലും സ്വന്തം ജനതയുടെ അതിജീവനത്തിനും വ്യവസായ വളർച്ചയ്ക്കും മുന്നിൽ കണ്ട പരിസ്ഥിതി വാഗ്ദാനങ്ങളെ സൗകര്യപൂർവ്വം മാറ്റിവെച്ച കൽക്കരിയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. ആ വിചിത്രമായ വിരോധാഭാസത്തിനാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തെ ആകെ കൽക്കരിയുടെ 70% ഉപയോഗിക്കുന്ന ഇന്ത്യയും ചൈനയും കടുത്ത വേനലും വ്യവസായ ആവശ്യങ്ങളും മുന്നിൽ കണ്ട് ആഭ്യന്തര ഉൽപാദനം റെക്കോർഡ് വേഗത്തിൽ വർദ്ധിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2021 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന നിർണായകമായ COP26 ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ കൽക്കരി ഉപയോഗം ഘട്ടം ഘട്ടമായി പൂർണ്ണമായി നിർത്തലാക്കുമെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച 40-ലധികം രാജ്യങ്ങളുടെ ചരിത്രപരമായ വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളുമാണ് ഇന്നത്തെ കടുത്ത ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിഷ്പ്രഭമായി വഴിമാറുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുമ്പോഴും യാഥാർത്ഥ്യത്തിന്റെ തലം പരിശോധിച്ചാൽ ലോകം ഇന്നും ഫോസിൽ ഇന്ധനങ്ങളുടെ മേലുള്ള ആശ്രിതത്വത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടില്ല. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളും ഉപരോധങ്ങളും തടസ്സപ്പെടുത്തുന്ന അന്താരാഷ്ട്ര വിതരണ ശൃംഖലകൾക്ക് മുന്നിൽ എണ്ണയ്ക്കും പ്രകൃതി വാതകത്തിനും ബദലായി
ഒരു രാജ്യത്തെ വ്യവസായങ്ങളെയും ഗാർഹിക വൈദ്യുതി ആവശ്യങ്ങളെയും താങ്ങി നിർത്താൻ പുനരുപയോഗ ഊർജ്ജ സംഭരണ ശേഷി ഇന്നും ലോകത്തിന് പൂർണ്ണമായി കൈവരിക്കാനായിട്ടില്ല എന്നതാണ് ഈ പിന്മാറ്റത്തിന്റെ ഏറ്റവും പ്രധാന കാരണം. ബാറ്ററി സ്റ്റോറേജ് സൗകര്യങ്ങളുടെ പോരായ്മയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ വലിയ സാമ്പത്തിക ചെലവും പെട്ടെന്നൊരു ഊർജ്ജ മാറ്റത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ എണ്ണയെയും വാതകത്തെയും മാത്രം പൂർണ്ണമായും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഏതു നിമിഷവും വലിയ ഭീഷണിയാകാം എന്ന കനത്ത പാഠമാണ് ഇന്നത്തെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഓരോ രാജ്യങ്ങൾക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിലാകാതിരിക്കാനും സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചു പോകാതിരിക്കാനും സർക്കാരുകൾക്ക് മുന്നിൽ ഉടനടി ലഭ്യമായ ഒരേ ഒരു രക്ഷാമാർഗം കൽക്കരി മാത്രമായി മാറുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കൽക്കരിയുടെ ഈ വിപുലമായ തിരിച്ചുവരവ് ഒരു താൽക്കാലിക ആശ്വാസം അഥവാ പ്രതിസന്ധി ഘട്ടത്തിലെ അതിജീവനം മാത്രമാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, യുദ്ധങ്ങൾ, ഇന്ധനക്ഷാമങ്ങൾ എന്നിവയിൽ നിന്ന് രാജ്യത്തിന്റെ പരമാധികാരവും സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കാൻ കൽക്കരി ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. സ്വന്തം മണ്ണിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗ്രീൻ എനർജി, ന്യൂക്ലിയർ പവർ, വൻതോതിലുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ, ഒപ്പം ഗതാഗത വ്യാവസായിക മേഖലകളുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നിവയിലേക്ക് അതിവേഗം ചുവടുവെക്കുക മാത്രമാണ് ഏതൊരു രാജ്യത്തിനും സ്വന്തം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏക ദീർഘകാല പോംവഴി. വർത്തമാനകാലത്തെ അതിജീവനത്തിനായി കൽക്കരിയെ കൂട്ടുപിടിക്കുമ്പോഴും ഭാവിയുടെ സുരക്ഷിതത്വം ഹരിത ഊർജ്ജത്തിൽ മാത്രമാണെന്ന് ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ കൽക്കരിയിലേക്ക് ലോകം മടങ്ങുന്നത് അതിജീവനത്തിന്റെ അനിവാര്യതയാണോ അതോ ഭൂമിയുടെ ഭാവിയെ ബാധിക്കുന്ന പിഴവാണോ? ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.